Hello, good morning all. Good പ്രപഞ്ച morning. സൃഷ്ടി ഗുഡ് മോർണിംഗ്. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് സംന പൂങ്കാരൻ മാം ആണ്. മാം ആദ്യമായിട്ടാണ് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കുന്നത്. മാം സർട്ടിഫൈഡ് കോണ്ടന്റ് റൈറ്റർ ആണ്, വുമൺ മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേറ്റർ ആണ് ആൻഡ് പോയറ്റ് കൂടിയാണ്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. Thank you, Sajina ma'am. Good morning, everyone. ഞാൻ സംന. ഇതെന്റെ ആദ്യത്തെ സെഷനാണ്. ചിലരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും വെൽനസ് ടോക്സിൽ ഇൻട്രോ സെഷനുകളോടൊക്കെ. ഞാനൊരു കോണ്ടന്റ് റൈറ്റർ ആണ്. ഇപ്പോൾ ഹ്യൂമൻ മെന്റൽ ഹെൽത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സെൻ മൈൻഡ് സൊല്യൂഷൻസ് എന്ന വെൽനസ് പ്ലാറ്റ്ഫോമിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒന്ന് മദേഴ്സ് ഡേ ആണ്. എന്റെ ടോപ്പിക്ക് മദേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല, എന്നാലും എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. എന്റെ ടോപ്പിക്കിലേക്ക് കടക്കാണ്. നമ്മള് പല സമയത്തും നമ്മുടെ മൈൻഡ് ഭയങ്കര ഹെവി ആയ പോലെ ഫീൽ ചെയ്യാറുണ്ട്. നമുക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കും. പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ കണ്ടിട്ടില്ല, അവർക്കൊന്നിലൊരു സന്തോഷമില്ലാത്ത പോലെയാണ്. അപ്പൊ അവര് പറയും ഞാൻ ഭയങ്കര ടയേർഡാണ്, ഞാൻ ഡിപ്രഷനായിട്ട് പോവാന്നൊക്കെ പറയും അല്ലെ. ഇതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടില്ല എപ്പോഴെങ്കിലും? നമ്മുടെ ഈ ഒരു മോഡേൺ ഏജില് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ബ്രെയിന് കൺസ്യൂം ചെയ്യുന്നത് റീൽസ്, മെസ്സേജസ്, നോട്ടിഫിക്കേഷൻ, ഇൻഫോർമേഷൻ ഓവർലോഡ്, ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിനെ മിനിറ്റുകൾ വെച്ച് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിട്ട് ഇരിക്കുന്നത്. ആ സമയം ബ്രെയിൻ ഇതെല്ലാം ഒരേ ടൈമില് പ്രോസസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ക്ലട്ടേർഡ് ആവുകയാണ്. നമുക്ക് ഓവർ തിങ്കിങ്, ബ്രെയിൻ ഫോഗ്, ആൻസൈറ്റി ഇതൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഇതിനെ നമ്മുടെ സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ റൈറ്റിംഗ് നമ്മളെ സഹായിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ എഴുതുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ് അല്ലേ. എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു പെന്നൊക്കെ എടുത്തിട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഫോക്കസ് എഴുത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡില് ചിന്തകൾ ഇങ്ങനെ പുക പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചിന്തകൾക്കൊക്കെ ഒരു രൂപം കൈവരുകയാണ്. ലാംഗ്വേജിലൂടെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ വിസിബിൾ ആവുകയാണ് റൈറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ തോട്ട്സിന്റെ ഒരു വേഗത കുറയും. സാധാരണ നമ്മൾ ഈ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ റെസ്റ്റിലാവുമ്പോൾ പോലും നമ്മുടെ ബ്രെയിന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഒരു റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ സ്ലോ ഡൗൺ ആവും. നമ്മുടെ ഫോക്കസ് ഒന്നിലേക്ക് മാത്രം വരികയാണ്. നമ്മുടെ ഇമോഷൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂറോ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സമയത്ത് ബ്രെയിനിന്റെ പല ഭാഗങ്ങളെ ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ മതി. അപ്പൊ നമ്മൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ഇമോഷണൽ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ലോജിക്കൽ ഭാഗവും ഒരേപോലെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ലാംഗ്വേജ് സിസ്റ്റംസ് ഒക്കെ ഓർഗനൈസ്ഡ് ആവും.
അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാകും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്രെയിൻ അതിനെ സ്വയമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ ബ്രെയിനിന് സാധിക്കും നമ്മൾ എഴുതി തുടങ്ങുന്ന സമയത്ത്. നമ്മൾ എഫക്റ്റീവ് ലേബലിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് സൈക്കോളജിയിൽ. ഇപ്പൊ നമ്മുടെ ഒരു ഇമോഷനെ നമ്മൾ നെയിം ചെയ്യുകയാണ്, ആ സമയത്ത് നമ്മുടെ ആ ഒരു ഇമോഷന്റെ ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എഴുതാണ്, നമ്മുടെ തോട്ട്സ് എഴുതുന്ന സമയത്ത് ഞാൻ ആൻഷ്യസ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇമോഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് നെയിം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ, ഓരോ ഇമോഷന്റെ ഇന്റൻസിറ്റി അത് റിഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് നമ്മൾ എഴുതുമ്പോൾ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ സപ്രസ് ചെയ്യുന്നതിന് പകരം അത് ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്രസീവ് റൈറ്റിങ്ങിനുള്ള പഠനങ്ങൾ പറയുന്നത് റൈറ്റിംഗ് നമ്മുടെ ഇമോഷണൽ ആൻസൈറ്റി, അതുപോലെ സ്ട്രെസ് ഇതൊക്കെ കുറയ്ക്കാനും സെൽഫ് അവയർനെസ് കൂട്ടാനുമായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്ന് വെച്ചാൽ, സപ്രസ്ഡ് തോട്ട്സ് ഉണ്ടല്ലോ, സപ്രസ്ഡ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ റൺ ചെയ്യുന്നത് നമ്മുടെ ഫോണിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് റൺ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ ഉണ്ടാവുക, നമ്മുടെ ഫോണ് ഒക്കെ സ്ലോ ഡൗൺ ആവും. ഒരുപാട് ആപ്സ് നമ്മൾ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ നമ്മുടെ എനർജി ഒക്കെ ഡ്രെയിൻ ആയിട്ട് നമ്മുടെ ഫോണ് ഡൗൺ ആവും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്തിട്ട് വെക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ എനർജി ഡ്രെയിനായി നമ്മുടെ ആ ഒരു സിസ്റ്റം തന്നെ നമ്മൾ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് റൈറ്റിംഗ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഓരോ ടാബും നമ്മൾ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യാണ് റൈറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. നമുക്ക് അതിലൂടെ സ്ട്രെസ് കുറക്കാനും അതുപോലെ തന്നെ ആൻസൈറ്റി പോലുള്ള മെന്റൽ ഇഷ്യൂസ് വളരെ അധികം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ 3 തരത്തിലുള്ള എഴുത്തുകൾ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്നാണ് എക്സ്പ്രസീവ് റൈറ്റിംഗ്, 2 ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, 3 റിഫ്ലെക്റ്റീവ് റീഫ്രെയിമിംഗ്. എക്സ്പ്രസീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് പേര് പോലെ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം, നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അത് അതേപടി നമ്മൾ എഴുതുന്നു. അതിലൊരു ഫിൽട്ടർ ഇല്ല, അല്ലെങ്കിൽ സെൻസറിങ് ഇല്ല. നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ, നമുക്ക് എന്താണോ തോന്നുന്നത്, ദേഷ്യമാണോ, പേടിയാണോ, സങ്കടമാണോ, അത് അതേപടി നമ്മൾ എഴുതി വെക്കുന്നു. അപ്പൊ നമ്മൾ ചില തെറപ്പിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ദേഷ്യമുള്ളവരുടെ എഴുതിയിട്ട് അത് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അത് ചുരുക്കി, അങ്ങനെ ഉള്ള ഒരു തെറപ്പി ഇതിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതത്രയും പവർഫുൾ ആണ്. കാരണം അവിടെ നമ്മുടെ ഇമോഷൻസ് വിസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്? പിന്നെ പലർക്കും ഫെമിലിയർ ആയിരിക്കും, കാരണം നമ്മൾ ഇപ്പൊ ഈയിടെയായിട്ട് റീൽസ് ഒക്കെ പോപ്പുലർ ആയിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിനെ കുറിച്ചൊക്കെ. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റിവിറ്റി തേടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടോ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്നതിന് പകരം ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേണിനെ ഇന്ററപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എന്താണ് നല്ലതുള്ളത്, അല്ലെങ്കിൽ എന്നോട് ആരാണ് ഇന്ന് നല്ലത് ചെയ്തത്, എന്തൊക്കെയാണ് എന്നിലുള്ള പോസിറ്റീവ്, ഇതൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ബ്രെയിൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇതൊരു മിറക്കിളൊന്നുമല്ല. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് കൊണ്ട് അവിടെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊരു മിറക്കിളാണ് അല്ലെങ്കിൽ മാജിക് ആണ്. അതൊന്നുമല്ല. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ
ട്രെയിൻ ചെയ്യാണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസിലൂടെ നമ്മൾ ട്രെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ അറ്റൻഷൻ മാറി ആ ഒരു നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നമ്മുടെ ഇമോഷണൽ റിസലിയൻസ് ഇമ്പ്രൂവ് ആവുന്നു. അങ്ങനെ നമ്മുടെ ബ്രെയിന് തന്നെ പഠിക്കുകയാണ് ഇവിടെ നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ്സും ഉണ്ട് എന്നുള്ളത് ബ്രെയിന് പഠിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് റിഫ്ലക്റ്റീവ് റീഫ്രെയിമിംഗ്. നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടാവും, നെഗറ്റീവ് എക്സ്പീരിയൻസ്. അതൊക്കെ നമ്മൾ മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ നമ്മളത് റീഫ്രെയിം ചെയ്തിട്ട് എഴുതാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ തോറ്റു എന്ന് എഴുതുന്നതിന് പകരം ഈ ഒരു പ്രശ്നത്തിലൂടെ ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങുകയാണ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയില്ല, അപ്പൊ അങ്ങനെ എഴുതുന്നതിന് പകരം എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ ചാൻസസ് ലഭിക്കും എന്ന് നമ്മൾ അതിനെ റീഫ്രെയിം ചെയ്ത് എഴുതാം. അതിൽ നെഗറ്റിവിറ്റി അതിൽ സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ റീഫ്രെയിം ചെയ്ത ഒരു പോസിറ്റീവ് രീതിയിൽ നമ്മൾ ഇതിൽ നിന്ന് റിഫ്ലക്റ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നു. ഇങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിച്ച് ചെയ്ത് നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ആവുകയാണ് ഈ ഒരു റൈറ്റിങ്ങിലൂടെയൊക്കെ ചെയ്യുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു റൈറ്റിംഗ് ഹാബിറ്റ് 15 മുതൽ 20 മിനിറ്റ് ഡെയിലി ഈ ഒരു റൈറ്റിംഗ് ഹാബിറ്റ് ഉള്ള ആളുകളിൽ മെന്റലി അവർ സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ സെൽഫ് അവയർനെസ് അവരിൽ കൂടുതലായിരിക്കും. സ്ട്രെസ്, ആൻസൈറ്റി ഇതൊക്കെ കുറയ്ക്കാനും നമ്മുടെ തോട്ട്സ് റെഗുലേറ്റ് ചെയ്യാനും ഈ ഒരു റൈറ്റിങ്ങിലൂടെ 3 ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ഞാൻ പറഞ്ഞു. അതില് നമ്മൾക്ക് ഏതാണ് പ്രിഫറബിൾ ആയത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കും നമ്മുടെ തോട്ട്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്ത് മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് നമ്മൾ ബ്രെയിനിനെ ചേഞ്ച് ആക്കി എടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ. എന്റെ അനുഭവം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരു ഡിപ്രഷൻ സർവൈവറാണ്. എനിക്ക് റൈറ്റിംഗ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു കമ്പാനിയൻ പോലെയാണ് ഈ ഒരു റൈറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോൾ ആളെ വിളിച്ച് സംസാരിക്കാനും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് എപ്പോഴും ഒരാൾ അവൈലബിൾ ആയിരിക്കണം എന്നൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു കമ്പാനിയനാണ് ഒരു ബ്ലാങ്ക് പേപ്പർ എന്നത്. കാരണം ബ്ലാങ്ക് പേപ്പർ നമ്മളെ ജഡ്ജ് ചെയ്യില്ലായിരിക്കും, നമ്മളെ റഷ് ചെയ്യില്ല ഒരു കാര്യത്തിന്. നമുക്ക് എപ്പോഴും നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഒരു ബ്ലാങ്ക് പേപ്പർ. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ട്സ് എന്താണോ അത് കൺവേ ചെയ്യാനുള്ള ഒരു ബ്ലാങ്ക് സ്പേസ്, അതാണ് റൈറ്റിംഗ്. അപ്പൊ എല്ലാവരും റൈറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. എഴുതാത്തവര് എഴുതി തുടങ്ങുക, എഴുതുന്നവരെ എഴുതിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യുക. ഞാൻ എൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. താങ്ക് യു എവരിവൺ ഫോർ ലിസണിങ് ടു മീ. Good morning, Shabnam ma'am. Good morning, ma'am. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ബെസ്റ്റ് വിഷസ് മാം. നന്നായിട്ട് എടുത്തു. മാം പറയുമ്പോഴാണ് ഈ റൈറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. റൈറ്റിംഗ് ത്രൂ നമ്മുടെ മെന്റൽ ഹെൽത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിൽ നമ്മൾ എത്രമാത്രം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എഴുതിയാലാണ് ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചിന്ത വരില്ല. റൈറ്റിംഗ് എഴുതുമ്പോൾ റൈറ്റിംഗിൽ ശ്രദ്ധിക്കണോ എന്നുള്ളതാണ് മാം വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അത് മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്
മനസ്സിലാക്കി. സോ താങ്ക് യു വെരി മച്ച്. ബെസ്റ്റ് വിഷസ് മാമിന്റെ Thank സെഷൻസ്. you, ma'am. ഓക്കെ, താങ്ക് യു. Thank you for your valuable feedback, ma'am. Thank you, Nisha, ma'am. കുറച്ച് ഒന്നുകൂടെ പറയാ. ഇപ്പൊ ഒക്കെ റൈറ്റിംഗ് കുറഞ്ഞിരിക്കുന്നു. റൈറ്റിംഗ് ആരും ചെയ്യുന്നില്ല. ഈവൻ നോട്ട്സും ഇതൊക്കെ ഇപ്പൊ PDF ഫയലൊക്കെ ആയതുകൊണ്ട് റൈറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ റൈറ്റിംഗിൽ നമ്മുടെ ബ്രെയിൻ നല്ലോണം വർക്ക് ചെയ്യണം. ബിക്കോസ് നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണ്ടേ എഴുതുന്നത്. സോ അത് കുട്ടികളുടെ ഇടയിൽ ഒരുപാട് കുറവാണ്. ശരിക്കും നമ്മൾ റൈറ്റിങ്ങിനെ എൻകറേജ് ചെയ്യണം. പണ്ടൊക്കെ ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഒക്കെ എസ്സേസ് എഴുതാൻ പറയും. നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെല്ലിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓരോ സെന്റൻസ് അപ്പൊ നമ്മൾക്ക് ലാംഗ്വേജും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ടീച്ചർ പറയണതിൽ നമ്മളത് നോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പൊ നമ്മള് മാം ഇപ്പൊ എടുത്തിരിക്കുന്നത് വളരെ ഹൈ ലെവലാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ. പക്ഷെ ബേസിക്കലി നമുക്ക് റൈറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിലല്ലേ നമുക്കത് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് ഇത് മിസ്സായി പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ എഴുതാനായിട്ട് എൻകറേജ് ചെയ്യണം. പണ്ടൊക്കെ എലിഫാന്റിനെ കുറിച്ചിട്ട് എഴുതും ചെറിയ ക്ലാസ്സിൽ തന്നെ. 5th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ എത്രമാത്രം നമ്മളെ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലാണ് കുട്ടികളുടെ മാറ്റം വരും. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ, റൈറ്റ് എ ലെറ്റർ ടു യുവർ ഗ്രാൻഡ് മദർ, ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് എനിക്കത് ഇപ്പൊ മാം പറയുമ്പോൾ ഇതൊക്കെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഒരു കുറച്ചാണെങ്കിൽ റൈറ്റിംഗ് സ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ടെക്നോളജിയുടെ ഒപ്പം വന്നത് കൊണ്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഈവൻ എന്റെ ഫീൽഡിൽ പോലും ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്യണം പറഞ്ഞാൽ ഇപ്പത്തെ ന്യൂ ജനറേഷൻക്ക് അറിയണില്ല. അവര് ചാറ്റ് GPT കൊടുത്തിട്ട് കുറെ അവിടെ ഇവിടെയും മാറ്റിയിട്ടാണ് വരുന്നത്. സോ റൈറ്റിംഗ് സ്കിൽ മാം പിന്നെ പറയുമ്പോഴാണ് ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കിയത്. താങ്ക് യു ഫോർ ഇറ്റ് മാം. അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും എഴുതാൻ താല്പര്യം പോലും ഇല്ല. അവരെല്ലാവരും നോട്ട്സ് ഒക്കെ PDF എടുക്കാൻ ചെയ്യണം. ഈവൻ അവര് എഴുതുമ്പോൾ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻസിന്റെ ഒക്കെ കാണിച്ചുള്ളത്. ഒരു ഇൻട്രസ്റ്റഡ് അല്ല. അപ്പൊ നമ്മുടെ ഒരു കുറച്ച് മുന്നേ ഉള്ള ഒരു ജനറേഷൻ മാത്രമാണ് ഇതിനെയൊക്കെ പറയുമ്പോൾ അത് കണക്ട് ചെയ്യാൻ അവർക്ക് നമുക്ക് സാധിക്കുന്നത്. പക്ഷെ അവര് നമ്മൾ പറയുന്ന സമയത്ത് ഇതൊക്കെ ഒരു ബോറിംഗ് ആണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വരുന്നത്. യെസ് മാം, ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ആയാലും വലിയ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ ഫുള്ള് നോട്ട്സ് എല്ലാം അയച്ചു കൊടുക്കണത് ഫോണില്. അതെ, അപ്പൊ അവരതിങ്ങനെ പ്രിന്റ് എടുത്ത് എഴുത്ത് ഭയങ്കര കുറവാണ്. എക്സാമിന്റെ ടൈം വരുമ്പോ എഴുതേണ്ടി വരും. അപ്പോഴായിരിക്കും അതിന്റെ ഇത് അറിയുന്നത്. സ്പീഡും ഉണ്ടാവില്ല, ഹാൻഡ് റൈറ്റിംഗ് മോശമായിരിക്കും. ലാംഗ്വേജസ് ഒക്കെ എക്സാമിന്റെ സമയത്തൊക്കെ എന്റെ മോനൊക്കെ പറയും എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എഴുതി തീർക്കാൻ പറ്റിയില്ല, എഴുതാൻ പറ്റുന്നില്ല. നമ്മുടെ സമയത്തൊക്കെ എത്രയോ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതെ അതെ, അതാണ് പ്രശ്നം വരെ. ഇപ്പൊ ഫുള്ള് ഫോണിൽ അയച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അവരത് പ്രിന്റ് എടുത്ത് പഠിക്കും. എഴുത്ത് കുറവായിരിക്കും. നമ്മളൊക്കെ എന്തോരം എഴുതിയേക്കണം അല്ലേ? സുജന മാം, ഈ പേരൻസ് ഇതിന് റെസ്പോൺസിബിൾ ആട്ടാ. എന്താ പറഞ്ഞാല് പേരൻസ് കുട്ടികൾക്ക് ടൈം വേസ്റ്റ് ആവും അത്ര റൈറ്റിംഗ്. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ എന്റെ സ്റ്റുഡൻസും ഞാൻ പ്രൊഫഷണൽ കോഴ്സിൽ എടുക്കുമ്പോഴും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ എഴുതാൻ പറഞ്ഞാല് അവർ റെഡിയല്ല. PDF ഫയലായിട്ട് മാം പവർ പോയിന്റ് പ്രസന്റേഷൻ അയക്കൂ, PDF ആയിട്ട് അയക്കൂ എന്നുള്ള രീതിയിലാണ് പറയണത്. സോ നമ്മുടെ പേരൻസും ഈ സൊസൈറ്റിയാണ് ടോട്ടലി റെസ്പോൺസിബിൾ. നമ്മളുടെ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള കഴിവുകളിനെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അതെ, നമ്മള് എഴുതുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിന്റെ ഒരുപാട് പാർട്സുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പറയണേക്ക.
ഓരോ ഏരിയകൾ, ഫ്രോണ്ടൽ ഏരിയ, അതുപോലെ മോട്ടോർ കോണ്ടക്സ്, ഇപ്പോൾ ക്യാമ്പസ്, അങ്ങനെ ഒരുപാട് ഏരിയ, സെറിബൽ, അങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് എഴുതുന്ന സമയത്ത്. അല്ലെ, ഒരു ഫുൾ ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. ജസ്റ്റ് നമ്മൾ ഹാൻഡ് മൂവ് ചെയ്യുക മാത്രമല്ല അവിടെ നടക്കുന്നത്, ഫുള്ള് ബ്രെയിൻ ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത്രയും ഭയങ്കര നല്ലതാണ് എഴുത്തെന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിന്. അതെ, ഇപ്പൊ നമുക്ക് ഇമോഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് ആ ഒരു എഴുതി കഴിയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇമോഷൻസിനൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടുണ്ടാവും. ഭയങ്കര ദേഷ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സങ്കടമൊക്കെ വരുന്ന സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. മാം കോണ്ടന്റ് റൈറ്റർ ആണല്ലേ? അതെ, ഞാൻ ഹമീദ മാം ഉണ്ടല്ലോ ഇവിടെ ഇതിൽ ക്ലാസ് എടുക്കാൻ വരാറുണ്ട് ചിലപ്പോഴൊക്കെ. മാമിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, ഹമീദ വഹാബ്. അറിയാം മാം, ഹമീദ വഹാബ് അറിയാം. ഫജ്റുന്നീസ മാമിന്റെ അതെ. ഫജ്റുന്നീസ മാം ഇടയ്ക്ക് മിക്കപ്പോഴും ജോയിൻ ചെയ്യാറുണ്ട്. നാളെ ജോയിൻ ചെയ്തിട്ടില്ല. നല്ല സെഷൻ ആയിരുന്നു സെമിനാർ മാം. താങ്ക് യു സർ. എഴുതാൻ ഭയങ്കര മടിയാണ് എനിക്ക് സത്യത്തിൽ. ഇപ്പൊ കയ്യെന്നെ ശരിയാവില്ല എഴുതുമ്പോ, കൈ അക്ഷരമൊന്നും ശരിയാവില്ല. ഞാൻ സജിന മാമിന്റെ അടുത്ത് പറയാറുണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. എന്തായാലും നല്ല ടോപ്പിക്. ഇൻട്രോ ഞാൻ കേട്ടിട്ടുണ്ട് 1 hour. ഇപ്പൊ 23rd ബാച്ചിലാണല്ലേ? അതെ, താങ്ക് യു. താങ്ക് യു സർ. പിന്നെ മറ്റേ ഹമീദ മാമിന്റെ ഇൻസ്റ്റയിലും കണ്ടിട്ടുണ്ട്. ഞാന് ഇൻസ്റ്റാ പോസ്റ്റിലൊക്കെ ചെയ്തെന്നത്. അടിപൊളിയാണ് എന്തായാലും. മാമിന്റെ വീഡിയോസ് ഒക്കെ സൂപ്പറാണ്. സൂസൻ മാം ഇന്നില്ല, ആരും ചോദിക്കുന്നത്. നിഷ മാം ചോദിക്കുന്നുണ്ടായിരുന്നു. സൂസൻ മാം ഇന്നും ലീവാണല്ലോ, സൺഡേ വരെ. ഞാൻ നോക്കി, സാറ്റർഡേ ആണ് മാം ലീവ് ആക്കാറ്. സൺഡേ വരാറുണ്ടായിരുന്നു, പിന്നെന്താന്നറിയില്ല. മെസ്സേജ് അയക്കാൻ മറക്കുകയും ചെയ്തിരുന്നു. ഓർത്തതായിരുന്നു അത് പറയണം. മാമിന്റെ ബാച്ചാണോ? സൂസൻ മാമിന്റെ ഒക്കെ ബാച്ച്? അപ്പൊ ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ. എന്തായാലും നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ തിരക്കുകളൊക്കെ വരുമ്പോ എഴുത്തൊക്കെ ഒന്ന് കുറയും. ആദ്യമൊക്കെ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിലൊക്കെ കുറെ നാളിങ്ങനെ സ്ഥിരമായിട്ട് എഴുതിയിരുന്നായിരുന്നു. അതിന്റെ ഇടയിൽ പിന്നെ ഒരു ബ്രേക്ക് വന്നു. എന്തായാലും ഇനി കണ്ടിന്യൂ ചെയ്യണം. മാമിന്റെ ക്ലാസ് കേട്ടപ്പോ അതിനെ കുറിച്ചൊരു ഒന്നും കൂടി ഒരു ഇത് കിട്ടി. താങ്ക് യു സോ മച്ച്. കോപ്പി പേസ്റ്റിലൊക്കെ മാറണം. കോപ്പി പേസ്റ്റ് അവോയ്ഡ് ചെയ്യുക, റൈറ്റിംഗ് തുടങ്ങാം എല്ലാരും. യെസ്, താങ്ക് യു മാം. വൈൻഡ് അപ്പ് ചെയ്യല്ലേ മാം? Yeah, good day to everyone. Thank you all.